Derivation of the formula for nPr. എന്താണ് nPr? നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു nPr, n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. കാരണം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് ഡിറൈവ് ചെയ്ത സമയത്ത് വിച്ച് ഈസ് ഈക്വൽ ടു n ടൈംസ് n മൈനസ് 1 ടൈംസ് n മൈനസ് 2 ടൈംസ് എക്സെട്ര അപ് ടു n മൈനസ് ആർ പ്ലസ് 1 എന്നുള്ള ഫോർമുലയിലായിരുന്നു എത്തി നിന്നിരുന്നത്. അതായത് nPr ഇസിക്കൽ n ടൈംസ് n മൈനസ് 1 ടൈംസ് n മൈനസ് 2 n മൈനസ് ആർ പ്ലസ് 1. അതിന് വരെ നമുക്ക് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ ആണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ന്യൂമറേറ്ററിൽ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന എങ്ങനെയാണ്? മൾട്ടിപ്ലൈങ് ഈ ഒരു എക്സ്പ്രഷൻ എന്താണ്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n മൈനസ് ആർ ടൈംസ് n മൈനസ് ആർ പ്ലസ് 1 എക്സെട്ര അപ് ടു 1 2 3 വരെ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ആണ്. അതായത് ഈ കാണിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ്റെ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്റർ n മൈനസ് ആർ മൈനസ് 1 n മൈനസ് ആർ മൈനസ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 വരെയുള്ള വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്റർ n മൈനസ് ആർ പ്ലസ് 1 പിന്നെ n മൈനസ് ആർ വീണ്ടും 1 കുറച്ച് n മൈനസ് ആർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് 1 വരെ പോകുന്നു. ഡിനോമിനേറ്ററിൽ ഓൾറെഡി n മൈനസ് ആർ ഉണ്ട്. നമ്മൾ അതിന് ഏത് വാല്യൂ ആണ്? ഈ കാണുന്നൊരു കോമൺ വാല്യൂ ഏതാണ്? n മൈനസ് ആർ ടൈംസ് n മൈനസ് ആർ പ്ലസ് 1 എക്സെട്ര അപ് ടു 1 എന്നുള്ള ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ മൾട്ടിപ്ലൈ ഒരു കുഴപ്പമില്ല, അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് നമുക്ക് നെറ്റ് വാല്യൂ എന്താകും? റിമെയിൻ സെയിം ആകുന്നു. n ടൈംസ് n മൈനസ് 1 n മൈനസ് 2 ടൈംസ് n മൈനസ് ആർ പ്ലസ് 1. അപ്പോൾ n മൈനസ് ആർ ടൈംസ് എത്ര കിട്ടും? n മൈനസ് ആർ ടൈംസ് n മൈനസ് ആർ മൈനസ് 1 n മൈനസ് ആർ ടൈംസ് n മൈനസ് ആർ മൈനസ് n മൈനസ് ആർ ടൈംസ് n മൈനസ് ആർ മൈനസ് 1 എക്സെട്ര അപ് ടു 1 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നൗ ഡിനോമിനേറ്റർ എങ്ങനെയാകുന്നു? n മൈനസ് ആർ മൈനസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് അത് എത്രയാണോ വാല്യൂ അതിൽ നിന്ന് 1 1 വരെ എത്തിയിരുന്നു. ന്യൂമറേറ്ററിന് വരെ എനിക്ക് n ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിനോമിനേറ്റർ എന്തിന് ഇക്വലൻ്റ് ആണ്? n മൈനസ് ആർ ഫാക്ടോറിയലിനും ഇക്വലൻ്റ് ആണ്. അതുകൊണ്ടാണ് nPrന് വരും n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതുന്നത്. ശ്രദ്ധിക്കേണ്ട, ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0യ്ക്ക് n ഇടയ്ക്ക് അടയ്ക്കണം. അല്ലെങ്കിൽ എന്നാ സംഭവിക്കും? n മൈനസ് ആർ നെഗറ്റീവ് ആകും. നമുക്കൊരിക്കലും n മൈനസ് ആർ നെഗറ്റീവ് നമ്പറിന് ഫാക്ടോറിയൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പം ആറിൻ്റെ വാല്യൂ n ആയാൽ nbn എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? n ഫാക്ടോറിയൽ വരും. കാരണം എന്തുകൊണ്ടാണ്? നേരത്തെ നമ്മൾ പഠിച്ചതാണ് 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഈ പ്രൂഫ് നോക്കേണ്ട കാര്യമില്ല, ഇത് ജസ്റ്റ് ഇതുപോലെയാണ് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ n മൈനസ് ആർ മൈനസ് 1 എക്സെട്ര അപ് ടു 1 വരെയുള്ള നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്റർ n ഫാക്ടോറിയൽ ആകും, ഡിനോമിനേറ്റർ n മൈനസ് ആർ ഫാക്ടോറിയൽ ആകും. nPr എന്നുള്ളൊരു എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. അതിലെന്താണ്? ഇതാണ് n ടൈംസ് n മൈനസ് ആർ എക്സെട്ര അപ് ടു n മൈനസ് ആർ, അതാണ് nPr. ആ കാണുന്ന എക്സ്പ്രഷനെ ഒരേ വാല്യൂ ഈ ബ്ലൂയിലുള്ള രണ്ട് എക്സ്പ്രഷൻ വെച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ന്യൂമറേറ്റർ എന്നുള്ളൊരു വാല്യൂ എന്തായിട്ട് മാറും? n ഫാക്ടോറിയൽ ആയിട്ട് മാറും. ഡിനോമിനേറ്റർ എന്നുള്ളത് എന്തായിട്ട് മാറും? ന്യൂമറേറ്റർ എന്നുള്ള n ഫാക്ടോറിയൽ ആയിട്ട് മാറും. ന്യൂമറേറ്റർ ഉള്ളത് n ഫാക്ടോറിയൽ ആയിട്ട് മാറും. ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? ന്യൂമറേറ്റർ n ഫാക്ടോറിയൽ, ഡിനോമിനേറ്റർ ഉള്ളത് എന്തായിട്ട് മാറും? n മൈനസ് ആർ ഫാക്ടോറിയൽ. സോ nPr എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ഈ കാണുന്ന ഗ്രീൻ എക്സ്പ്രഷനെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്റർ ഇങ്ങനെ ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ കാരണം നോക്കിയാണ്, ഒരു വാല്യൂ വരെയുള്ള മൾട്ടിപ്പിൾ എന്ന് n വരെയുള്ള മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തൊട്ട് n വരെയുള്ള മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. അങ്ങനെയാണ് 1 തൊട്ട് n മൈനസ് ആർ വരെയുള്ള നമ്പറുകളുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് നോക്കണം. 1 2 3 എന്ന് പറഞ്ഞാൽ n മൈനസ് ആർ ഉള്ള നമ്പറുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? n മൈനസ് ആർ ഫാക്ടോറിയലാണ്. അതുകൊണ്ടാണ് ന്യൂമറേറ്റർ n ഫാക്ടോറിയൽ വരുന്നത്, ഡിനോമിനേറ്റർ n മൈനസ് ആർ. ന്യൂമറേറ്റർ n ഫാക്ടോറിയൽ വന്നു, ഡിനോമിനേറ്റർ n മൈനസ് ആർ ഫാക്ടോറിയൽ വന്നു. സോ nPrന് വരും n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. ആറിൻ്റെ വാല്യൂ 0യ്ക്കും n-നും ഇടയ്ക്കാണ്. npn n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ വരും. 0 ഫാക്ടോറിയൽ നമ്മൾ നേരത്തെ പഠിച്ചു 1 ആണെന്നുള്ളത്. അടുത്ത് nPr. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു n ഫാക്ടർ n മൈനസ് ആർ ഫാക്ടോറിയൽ. അതുപോലെ തന്നെ np0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1. എന്തുകൊണ്ടാണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ വരും. അതിൻ്റെ കറസ്പോണ്ടിങ് എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ, അപ്പോൾ npn എന്ന് പറയുന്നത് എത്രയാണ്? n ഫാക്ടോറിയൽ ആണ്. ബേസിക്കലി കൗണ്ടിങ് പെർമ്യൂട്ടേഷൻ എന്താണ്? കൗണ്ടിങ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് സം ഓർ ഓൾ ഒബ്ജക്ട് അറ്റ് എ ടൈം എന്താണ്? റീഅറേഞ്ച് ചെയ്യുന്നത്. എന്താണ് കൗണ്ടിങ് പെർമ്യൂട്ടേഷൻ? മിയർലി കൗണ്ടിങ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് സം ഓർ ഓൾ ഒബ്ജക്ട് അറ്റ് എ ടൈമിനെ നമ്മൾ എത്ര രീതിയിൽ, അതായത് കൗണ്ടിങ് പെർമ്യൂട്ടേഷൻ മിയർലി കൗണ്ടിങ് ദ നമ്പർ ഓഫ് വേസ്
സം ഓർ ഓൾ ദ ഒബ്ജക്റ്റ് എന്തിനെ റീഅറേഞ്ച് ചെയ്യുന്ന മാത്രമാണ്. അവിടെ സെലക്ഷൻ ഇല്ല, റീഅറേഞ്ച്മെന്റ് മാത്രമാണ് പെർമ്യൂട്ടേഷനിൽ ഉള്ളത്. ശ്രദ്ധിക്കണം. ഓക്കെ, അതിപ്പം NP0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ NPR n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആറിൻ്റെ വാല്യൂ 0യ്ക്കും എന്നിനും ഇടയ്ക്കണം. ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെർമ്യൂട്ടേഷൻ്റെ ഒരു തിയറം എന്താണ് ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ടേക്കൺ r at a time where repetition is allowed. ശ്രദ്ധിച്ചോണ്ട്, റിപ്പിറ്റീഷൻ എന്താണ്? അലൗഡ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? n raised to r. ഓക്കെ, ശ്രദ്ധിക്കുക എന്താണ്? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ടേക്കൺ r at a time, റെപ്പിറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്? അലൗഡ്. അതായത് നമ്മുടെ കയ്യിൽ ഇതുപോലെ എത്രയുണ്ട്? 4 ബോക്സ് ഉണ്ട്. 1 2 3 4. ഓക്കെ, നമുക്ക് 4 ബോക്സ് ഉണ്ട്. നമുക്ക് എത്ര നമ്പർ ഉണ്ട്? 4 നമ്പറും ഉണ്ട്. റിപ്പീറ്റീഷൻ അലൗഡും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? നമ്മുടെ കയ്യിൽ ABCD എന്നുള്ള 4 നമ്പർ ഉണ്ട്. ആദ്യത്തെ പൊസിഷനിൽ ഏത് നമ്പർ വെക്കാം? 4 ചാൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ABCDയിൽ ഏത് വേണമെങ്കിലും വെക്കാം. രണ്ടാമത്തേൽ നമുക്ക് ABCDയിൽ ഏത് വേണമെങ്കിലും വെക്കാം. കാരണം എന്തുകൊണ്ടാണ്? റിപ്പീറ്റീഷൻ അലൗ എന്ന് വെച്ചിട്ടുണ്ട്. ഓൾറെഡി A വെച്ചാലും വീണ്ടും കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാം? A വെക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എത്രയുണ്ട്? 4 ഉണ്ട്. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷനും 4 ഉണ്ട്, നാലാമത്തെ ഓപ്ഷനും 4 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടും? 4/4 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഓക്കെ, ഇൻ കേസ് ഇത് 5 എണ്ണം ആയിരുന്നെങ്കിൽ എത്രയായിരിക്കും? ABCDE. അപ്പം നമുക്ക് എത്രയെന്ന് എഴുതായിരുന്നു? 4 എത്രയെന്ന് എഴുതാം? 5 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അതാണ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ടേക്കൺ r at a time എന്ന് പറയുന്നത് എന്താണ്? n⁻r. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ടേക്കൺ r at a time. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? വേറെ ഡിഫറെൻറ്റ് കേസ് പറയാം. നമ്മുടെ കയ്യിൽ 5 നമ്പർ ഉണ്ട്. ഓക്കെ, ABCDE. ഇതൊരു ഡിഫറെൻറ്റ് എക്സാമ്പിൾ ആണ്. എൻ്റെ കയ്യിൽ 5 ഡിഫറെൻറ്റ് നമ്പർ ഉണ്ട്. ABCDE 5 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഈ 5 ഓപ്ഷനുള്ള നമ്പർ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 3 സ്പേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ശ്രദ്ധിക്കുക, ഏതാണ്? 5 ഡിഫറെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്രയിലോട്ട്? 3 സ്പേസിലോട്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ആദ്യത്തെ സ്ഥലത്ത് നമുക്ക് എത്ര ഓപ്ഷൻ ഉണ്ട്? 5 ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? ആദ്യത്തെ സ്ഥലത്ത് A വെക്കാം, B വെക്കാം, C വെക്കാം, D വെക്കാം, E വെക്കാം. ആദ്യത്തെ പൊസിഷനിൽ 5 ഓപ്ഷൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ എത്ര ഓപ്ഷൻ ഉണ്ട്? വീണ്ടും നമുക്ക് എത്ര തന്നെയുണ്ട്? 5 ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? റിപ്പറ്റീഷൻ അലൗഡ് ആണ്. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 5. ടേക്കൺ r എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പം എത്രയാണ്? 5 ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. 3 എണ്ണം അറ്റ് എ ടൈമിൽ എടുക്കുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ABCDE എന്ന് പറയുന്ന 5 എലമെന്റിൽ ഏത് വേണമെങ്കിലും ഇടുക. അതിന് 5 ചാൻസ് ഉണ്ട്. അതിലൊരെണ്ണം വെച്ചാലും രണ്ടാമത്തെ പൊസിഷനിലും ഈ 5 എലമെന്റിൽ ഏത് വേണമെങ്കിലും വെക്കാം. സോ രണ്ടാമത്തെ പൊസിഷനിൽ എത്രയുണ്ട്? 5 ഓപ്ഷൻ ഉണ്ട്. ഈ മൂന്നാമത്തെ പൊസിഷനിൽ നമുക്ക് ABCDയിൽ ഏത് വേണമെങ്കിലും വെക്കാം. ഓൾറെഡി വെച്ചതും വെക്കാം. അതിന് കറസ്പോണ്ടിങ് നമുക്ക് എത്ര പൊസിഷൻ ഉണ്ട്? 5 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് 5 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? n⁻r. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ടേക്കൺ r at a time where repetition allowed ആണെങ്കിൽ എത്ര കിട്ടും? n⁻r എന്നുള്ളൊരു ഇത്. നമ്പർ ഓഫ് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് എന്താണ്? എക്സാമ്പിൾ ആണ്. ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ചെയർമാൻ ആൻഡ് വൈസ് ചെയർമാൻ ക്യാൻ ബി ചൂസൺ ഫ്രം എമംഗ് എ ഗ്രൂപ്പ് ഓഫ് 12 പേഴ്സൺ. എത്രയായിരിക്കും? നമ്പർ ഓഫ് വേസ് ഓൺ വിച്ച് എ ചെയർമാൻ ആൻഡ് എ വൈസ് ചെയർമാൻ can be chosen from among a group of 12 person, assuming that one person can not hold more than one position. എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് ആകെ എത്രയുണ്ട്? 12 പേരുണ്ട്. ഈ 12 പേരിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു ചെയർമാനെയും ഒരു വൈസ് ചെയർമാനെയും എടുക്കണം. അപ്പം നമുക്ക് ഇവിടെ 2 പോസ്റ്റ് ഉണ്ട്. ആദ്യത്തെ പോസ്റ്റിൽ എത്ര പേരെ പറ്റും? 12. രണ്ടാമത്തെ പോസ്റ്റിൽ എത്ര ചാൻസ് ഉണ്ട്? 11. എന്തുകൊണ്ടാണ്? റിപ്പീറ്റീഷൻ അലൗഡ് അല്ല. ആകെ നമ്മുടെ കയ്യിൽ 12 പേരുണ്ട്. ആദ്യത്തെ ചെയർമാൻ പോസ്റ്റിൽ 12 പേർക്കുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി ഒരാൾ സിറ്റി ചെയർമാൻ ആയി കഴിഞ്ഞാൽ വൈസ് ചെയർമാൻ ആകാൻ പറ്റില്ല. രണ്ടാമത്തെ പൊസിഷനിൽ എത്ര പേരുണ്ട്? 11 പേരുണ്ട്. ഓക്കെ,
അതിന് പകരം ഈ സെയിം സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എത്രയാണ്? n എന്ന് പറയുന്നത് 12 ആണ്. p എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമുക്ക് npr എത്ര കിട്ടും? 12p2. ആ ഒരു രീതി നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാം. പെർമ്യൂട്ടേഷൻ വെൻ ഓൾ ദ ഒബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്. അതായത് എല്ലാ ഒബ്ജക്റ്റും ഡിഫറെൻ്റ് അല്ല. കുറച്ച് സിമിലർ കാര്യം വരെയാണ് അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? അപ്പം നമ്മളൊരു ഡിക്ഷണറി അറേഞ്ച് ചെയ്യാണ്. സപ്പോസ് വി ഹാവ് ടു ഡിഫൈൻ ദ നമ്പർ ഓഫ് വേസ് റീഅറേഞ്ചിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് റൂട്ട്. ഇൻ ദിസ് കേസ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ആർ നോട്ട് ഡിഫറെന്റ്. 2 O's വിച്ച് ആർ നോട്ട് ഓഫ് ദി സെയിം കൈൻഡ്. ഓക്കെ, അതിനെ നമ്മൾ തൽക്കാലം 2 ഓയ്ക്ക് O1 O2 എന്ന് വിളിക്കും. രണ്ടും ഈക്വൽ ആണ്. നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് O1 O2 എന്ന് വിളിക്കുന്നത്. ശരിക്കും O1 ഈക്വൽ ടു O2 എന്ന് പറയുന്നത് എന്താണ്? O1 O2 ഈസ് ഈക്വൽ ടു O1 ഈസ് ഈക്വൽ ടു O. രണ്ടും എന്താണ്? ഐഡന്റിക്കൽ ആണ്. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് 4 ഡിഫറെന്റ് ലെറ്റേഴ്സ് ഇൻ ദിസ് കേസ് എന്തായിരിക്കും? ടേക്കൺ ഓൾ അറ്റ് എ ടൈം ഈസ് 4 ഫാക്ടോറിയൽ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ 4 എണ്ണം ഉണ്ട്. 4 പൊസിഷനാണ് ഫില്ല് ചെയ്യേണ്ടത്. കാരണം അതിന് അങ്ങ് ഐഡന്റിക്കൽ ആണെന്ന് ഐഡന്റിക്കൽ അല്ലെന്നങ്ങ് വിചാരിക്കുക. അപ്പം 1 2 3 4 എന്തുകൊണ്ടാണ്? ഞാൻ ഓയ്ക്ക് വരും O1 O2 എന്ന് വിചാരിച്ച 4 എലമെന്റ് ഉണ്ട്. 4 എലമെന്റ് ഫില്ല് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 4 ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അതിൽ വരണം R01 O2 T. അതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടെണ്ണം എന്താണ്? റിപ്പീറ്റിംഗ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? R01 O2 Tയും R02 O1 Tയും എന്താണ്? സെയിം പെർമ്യൂട്ടേഷൻ. എന്തായിരിക്കും? ഇഫ് O1 and O2 are not treated as different. ഓക്കെ, ഇഫ് O1 and O2 are the same O at both place. കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ 2 O റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം R1 O1 O2 R01 O2 Tയും R01 O2 Tയും R02 O1 Tയും നമുക്ക് ഐഡന്റിക്കൽ ആയിട്ട് എടുക്കാം. അവിടെ വ്യത്യാസം O1 O2 O2 O1 എന്ന് വന്നേ ഉള്ളൂ. അത് നമ്മൾ ജസ്റ്റ് ഇപ്പം എഴുതിയതേ ഉള്ളൂ. സാധാരണ O1 എന്നും O2 എന്ന് എഴുതിയാലും O എന്ന് തന്നെ വായിച്ചാൽ മതി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? 2 വാല്യൂ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? അതിന് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് റിക്വയർഡ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റിംഗ് എത്രയാണ്? 2 എണ്ണം റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ വേയിൽ എന്താണ്? റിപ്പീറ്റേഷൻ പോസിബിൾ ആണ്. അപ്പം റിക്വയർഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇവിടെ ഏതാണ്? പെർമ്യൂട്ടേഷൻ വെൻ ഓൾ ദ ഒബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്ട്. എല്ലാം ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സക്സസീവ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിട്ടാൽ മതി. പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. 4 ഫാക്ടർ എങ്ങനെയാണ് ഈ 4 ഫാക്ടോറിൽ വന്നിരിക്കുന്നത്? ROOT 4 ലെറ്റർ ഉണ്ട്. എന്തുകൊണ്ടാണ് 2 ഫാക്ടോറിൽ വന്നിരിക്കുന്നത്? OO എന്ന് പറയുന്ന നമ്പർ 2 തവണ എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തു. അപ്പം നമുക്ക് O1 O2 ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ R1 O1 O2 T R02 O1 T രണ്ടും എന്താണ്? സെയിം ആണ്. ഇതിന് രണ്ടിനും ROOT എന്ന് എടുക്കാം. അതുപോലെ TO1 O2 Rഉം TO2 O1 OR എന്ന് എഴുതിയും TOR എന്ന് പറഞ്ഞെടുക്കാം. അവിടെ രണ്ടും എന്താണ്? ഐഡന്റിക്കൽ ആണ്. കാരണം അതുകൊണ്ടാണ് കുറേ നമ്മൾ 2 ഫാക്ടോറിയൽ വെച്ച് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതുപോലെ R1 O T R2ഉം അതായത് R01 T O2ഉം RO2 T O1ഉം RO TO എന്നാകും. അതുപോലെ തന്നെ എല്ലാത്തിനും പെയർ കുറയും. ഐഡിയ കിട്ടിയല്ലോ? അതുപോലെ OOTR O1 O2 TR എന്ന് വരും O2 O1 TR എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? പ്രസന്റ് ചെയ്യുന്നത്. Let us now find the probable number of ways of rearranging the letter of the word institute. 9 ലെറ്റർ ഉണ്ട്. പക്ഷേ I എന്ന് പറയുന്നത് 2 തവണയുണ്ട്. T എന്ന് പറയുന്നത് എത്ര തവണയുണ്ട്? 3 തവണയുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക എത്രയാണ്? I എന്ന് പറയുന്നത് 2 തവണ വരുന്നുണ്ട്. T എന്ന് പറയുന്നത് എത്ര തവണ വരുന്നുണ്ട്? 3 തവണ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ഡിഫറൻറ്റിന് ഐക്കും ഐക്ക് ഒരു 2-നും I1 I2 എന്ന് കൊടുത്തും T1 T1 T2 T3 എന്ന് കൊടുക്കും. ഓക്കെ, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് 9 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഇൻ ദിസ് കേസ് ടേക്കൺ ഓൾ അറ്റ് ദ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 9 ഫാക്ടോറിയൽ. പക്ഷേ പ്രശ്നം എന്തുകൊണ്ടാണ്? I1 I2 I3 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. T1 T2 T1 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ രണ്ടിനെയും കൂടെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി എത്ര വേണം? 9 ഫാക്ടോറിയൽ ബൈ I 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്തു. സോറി, T 2 പ്രാവശ്യം. സോറി, I 2 പ്രാവശ്യം കൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 3 ആണ് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഓക്കെ, സോ 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ടൈംസ് 3 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? I1 N T1 S I2 T2 U E T T I1 and I2 എന്തല്ല? സെയിം അല്ല, ഡിഫറെൻറ്റ്.
ആ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതൊരു തിയറമായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളാം. എന്താണ്? നമ്പർ ഓഫ് പെർമിറ്റേഷൻ ഓഫ് n ഒബ്ജക്റ്റ് p ഒബ്ജക്റ്റ് ആർ ഓൺ ദ സെയിം കൈൻഡ് എത്രയായിരിക്കും? n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ. അപ്പം നമ്പർ ഓഫ് പെർമിറ്റേഷൻ ഓഫ് n ഒബ്ജക്റ്റ്, അതായത് നമ്മൾ n ഒബ്ജക്റ്റ് എടുക്കുന്നു, 10 ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം ടൈപ്പ് ആണ്. കാരണം ഒരേ പ്രൊഡക്ഷൻ, ഒരേ മാനുഫാക്ചർ, ഒരേ വില, ആ ഒരേ ക്വാളിറ്റി. ഓക്കെ, അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആ ഒബ്ജക്റ്റിനെ പറ്റി പി ഒബ്ജക്റ്റ് അതിൻ്റെ എന്തായിരിക്കും? n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ. ഓക്കെ, ഇവിടെ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ, കാരണം അതുകൊണ്ടാണ് പ്രീവിയസ് 2 റിപ്പീറ്റേഷൻ ഉള്ളതുകൊണ്ട് 2 ഫാക്ടർ ഒന്നുണ്ട് 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ആന്റി ഡെറിവേറ്റീവ് എക്സ്പെക്ട് ചെയ്യേണ്ട, നമ്മളത് ശരിയാണെന്നുള്ളത് എന്ത് ചെയ്താൽ മതി? പ്രൂവ് ചെയ്താൽ മതി. നൗ ശ്രദ്ധിക്കുക, തിയറം 4 ഇവിടെ എന്ത് ചെയ്യുന്നതാണ്? റിപ്പീറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? p1 ഒബ്ജക്റ്റ് ആർ ഓഫ് വൺ കൈൻഡ്, p2 ആർ ഓഫ് അനദർ കൈൻഡ്, pk ആർ ഓഫ് അനദർ കൈൻഡ്. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ എത്രയാണ്? മാത്തമാറ്റിക്സ് MAT HE MAT ICS. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ മൾട്ടിപ്പിൾ റിപ്പീറ്റേഷൻ ഉണ്ട്. കാരണം M2 2 തവണയുണ്ട്, A എത്ര തവണയുണ്ട്? A 2 തവണയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ T എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. H ഒന്നേ ഉള്ളൂ, E ഒന്നേ ഉള്ളൂ. നൗ ഓക്കെ, ബാക്കിയുള്ളതെല്ലാം എത്രയാണ്? 1 1 1 വീതം. ഇപ്പം ശ്രദ്ധിക്കുക, അതാണ് ഇവിടെ നമുക്ക് എത്ര ലെറ്റർ ഉണ്ട്? n ലെറ്റർ ഉണ്ട്. അതാണ് ഇവിടെ n കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഇതാണ് n. എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 11 ലെറ്റർ ഉണ്ട്. അപ്പോൾ p1 എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് 2 ആണ്, p2 എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് 2 ആണ്, p3 എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, p1 ഉദ്ദേശിച്ചിരിക്കുന്നത് 2 ആണ്, p2 കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് 2 ആണ്, p3 കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് 2 ആണ്. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്റ്റ് 11 ഒബ്ജക്റ്റ് ഉണ്ട്. p1 ഒബ്ജക്റ്റ് ആർ ഓഫ് സെയിം കൈൻഡ്, p2 ആർ ഓഫ് സെക്കൻഡ് കൈൻഡ്, pk ആർ ഓഫ് തേർഡ് കൈൻഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം.